അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഉൾക്കാഴ്ചയിലേക്ക്, ദീനിന്റെ കൃത്യമായ പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ശിർക്കിൽ നിന്ന് മനുഷ്യരെ തിരിച്ചു വിളിക്കുക എന്നത്. നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തെ ഹൈന്ദവ സമൂഹത്തോടെ നിങ്ങൾ ചിന്തിക്കുക. അവരുടെ വിശ്വാസം എന്താ? ഞാൻ ചുരുക്കി പറയണം, ഓരോ പോയിന്റ് പറയണം. അവരുടെ യഥാർത്ഥ വിശ്വാസം എന്താണ്? കെ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ ഹിന്ദുധർമ്മ പരിചയം എന്നൊരു പുസ്തകം, ഹിന്ദുധർമ്മ പരിചയം, ശ്രീരാമകൃഷ്ണ മഠം പുറംനാട്ടുകര പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം. അതിൽ 21-ാമത്തെ അധ്യായം. ഞാനിവിടെ അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് വളരെ ഗൗരവമായി പറയുന്നൊരു വാക്ക്. കെ പരമേശ്വരൻ പിള്ള പറയാണ്, അതിന്റെ 21-ാം അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫ് 1-2 വരിയിൽ പറയാണ്, ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായൊരു കഴിവില്ല. ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി ഒരു കഴിവുമില്ല. ഒരു കഴിവുമില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ, ഇതെന്റെ പ്രിയപ്പെട്ട സമസ്തയിലെ എന്റെ പ്രിയ സഹോദരങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം ഏറെ സ്നേഹിക്കുന്ന നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഒരു വന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആത്മാർത്ഥമായി പറയും, അന്ന് നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല, അന്ന് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ കരഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരാൻ കഴിയില്ല. എന്താ അവിടെ പറയുന്നത്? കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം. എന്താണ് ഹിന്ദുധർമ്മം? അത് പരിചയപ്പെടുത്തുന്ന പുസ്തക. അതിൽ അദ്ദേഹം പറയാണ്, ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കാനുള്ള കഴിവ് പോലും സാക്ഷാൽ അല്ലാഹ് കൊടുക്കണം. എങ്ങനെ? ഒരു പുൽക്കൊടി നീക്കാനുള്ള കഴിവ് പോലും സാക്ഷാൽ അല്ലാഹ് കൊടുത്താലല്ലാതെ ഒരു ഗുരുവായൂരപ്പനും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഒരു വേളാങ്കണ്ണി മാതാവിനും ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല. കെ പരമേശ്വരൻ പിള്ള അപാരമായ ഒരു പോയിന്റാ. ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ ഞാനൊരു ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. മക്കാ മുശ്രിക്കുകൾ എന്താ പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനില് ഈ റമദാനിൽ യാത്ര ചെയ്യുമ്പോൾ 2 AP കുട്ടികൾ അവരെന്റെ അടുത്ത് വന്നിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട്, അതിന് ഉസ്താദെ, ഞങ്ങള് മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കഴിവുണ്ട് ഞങ്ങൾ പറയണില്ലല്ലോ, അവരൊരു ചെറുപേരിൽ പോലും അനക്കണില്ല, അല്ലാഹ് കൈ കൊടുത്തിട്ടല്ലാതെ. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വിശ്വാസതല്ലേ? അതെ. ഇതേ വിശ്വാസമായിരുന്നു അബൂജഹലിനെങ്കിൽ, മോനെ നീ അബൂജഹൽ 1-ലാണോ 2-ലാണോ? ഒരാദർശത്തിലാണോ 2 ആദർശത്തിലാണോ? അപ്പം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അബൂജഹലെങ്കിൽ ഞാൻ അബൂജഹലിന്റെ പാർട്ടിയിലാണ്. അത് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം ഇന്ത്യയിലെ ഹിന്ദുധർമ്മ പരിചയത്തിൽ എന്താ പറയുന്നത് അത് നിങ്ങളൊക്കെ അറിയണം. ശ്രീരാമനാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ഈ സദസ്സിലെ ഏതെങ്കിലും ഒരു ഹിന്ദു പറയൂ? പറയില്ല. അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഒരു ഹിന്ദു പറയില്ല. അവരിലേക്ക് എത്താനുള്ള ഇടയാളന്മാർ. അതുകൊണ്ടാണ് ഒരു പുൽക്കൊടി പോലും ഒരു ദേവനും ദേവിക്ക് ഇളക്കാൻ കഴിയില്ല, പടച്ചോൻ കഴിവൊടുത്തിട്ടല്ലാതെ എന്ന് പറയുന്നത്. ഇത് പച്ച മലയാളത്തിൽ എഴുതി വെച്ച ഇതേ വാചകം കാണാ ഖുത്ബിയത്തിൽ. പാറന്നൂർ PP മെയ്തീൻകുട്ടി മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ സമസ്തയിൽ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എഴുതി വെച്ച എന്താണെന്നറിയോ? മൊയ്തീൻ ഷെയ്ഖ് ദൈവമല്ല, മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായി കഴിവില്ല, മൊയ്തീൻ ഷെയ്ഖിന് അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അല്ലാഹ് സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് അതിൽ ശിർക്കില്ല. അപ്പൊ ഹിന്ദുധർമ്മ പരിചയ പ്രകാരം ഹിന്ദുക്കളൊക്കാരാ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. കാരണം അവരെ വിശ്വാസം എന്താ? ഒരു ദേവിക്കും ദേവനും ഒരു പുൽക്കൊടി നീക്കാൻ പോലും. നേരെ മറിച്ച് സമസ്തയിലെ വിശ്വാസം കുറച്ചുകൂടി പിഴവില്ല. അതെന്താ? മൊയ്തീൻ ഷെയ്ഖിന് എത്രയോ കൊല്ലം മുമ്പ് മരിച്ചുപോയാലെ ഖബറിന്ന് യാ ഫുലാൻ കുംബീദിരീന, അവിടെ അല്ലാഹ് കൊടുക്കണ്ട, മൊയ്തീൻ ഷെയ്ഖ് സ്വന്തമായിട്ട് മരിച്ചോലെ ജീവിപ്പിക്കുന്ന റിസാല എഴുതി. അപ്പൊ ഹിന്ദുക്കളുടെ വിശ്വാസത്തെക്കാൾ അതപ്പതിച്ചൊരു വിശ്വാസം ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതെന്താണ്? അത് നിങ്ങൾ ഇതൊക്കെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. റിസാലയിൽ എഴുതിയതാണെന്ന് ഒരു പാതിരിയുമായി ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തർക്കിച്ചു. ഒറിജിനൽ ജീലാനിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് ജീലാനി. ഒറിജിനൽ മുജാഹിദുകൾക്കറിയുന്ന ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയല്ല. ഉന്നിയത്തു താലിബീൻ, ഫുതുൽ ഗൈബ്, ഫതുർ റബ്ബാനി ഇതൊക്കെ എഴുതിയ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വേറെ, മാലപ്പാട്ടുകാരന്റെ ഷെയ്ഖ് ജീലാനി വേറെ. ആ ഷെയ്ഖ് ജീലാനി പറയണെന്ത്? ഖബറിൽ മരിച്ച എത്രയോ വർഷം മരിച്ചുപോയെ പാതിരീന്റെ വാദം തന്നെ എന്താ? ഈസാ നബി അള്ളാന്റെ അനുമതിയോടുകൂടി മരിച്ചോലെ ജീവിച്ചിട്ടുണ്ട്. അപ്പോഴും ഈസാ നബിക്ക് സ്വന്തമായിട്ട് കഴിവില്ല എന്ന് പാതിരി. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് പറയുന്നതോ, എനിക്ക് അള്ളാന്റെ കഴിവൊന്നും വേണ്ട, എന്റെ കഴിവുകൊണ്ട് ഞാൻ ജീവിപ്പിക്കും. അപ്പൊ ധിക്കാരിയായ ഷെയ്ഖ് ആലോചിച്ച് നോക്കേ, ധിക്കാരിയായ ഒരു ഷെയ്ഖ് ഇങ്ങനെ ഉണ്ടാവോ? ഏത് പ്രഭ ബീദിനില്ല, അള്ളാന്റെ അനുമതിയോടെന്നാ. എവിടെയോ അള്ളാന്റെ അനുമതി വേണ്ടേ വേണ്ട,
ഞാൻ തന്നെ ചെയ്യിപ്പിക്കും. അപ്പൊ സ്വയം പര്യാപ്തത മൊയ്തീൻ ശേഖന് വകവെച്ചു കൊടുത്തു റിസാലക്കാരൻ. പക്ഷെ ഓരോറ്റ ഹിന്ദു പണ്ഡിതനും അവരാരാധിക്കുന്ന ആരാധന്മാർക്ക് സ്വയം പര്യാപ്തത വെച്ചു കൊടുത്തില്ല. ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്താ പറഞ്ഞത്? ആലോചിക്കുക. എന്താ പറഞ്ഞത്? മൊയ്തീൻ ശൈഖിന് അല്ലാഹ് കൊടുത്ത കഴിവ്. ഇനി മക്കാ മുശ്രിക്കുകൾ, നിങ്ങൾ സഹീഹ് മുസ്ലിം എടുക്കുക. സഹീഹ് മുസ്ലിം സ്വീകാര്യമല്ലാത്ത ആളുകൾ വേറെ ഉണ്ടാവാം. സഹീഹ് മുസ്ലിം ലോകത്തെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. ആ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഹജ്ജ് എന്ന ബാബ് നിങ്ങൾ പരിശോധിച്ചാൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഈ മൂന്നും കൂടെ ഒന്നിച്ചിങ്ങോട്ട് വെച്ചാൽ എന്താ ശിർക്ക് എന്ന് ഇനി കൂടുതൽ ആയത്തും ഹദീസ് ഒന്നും ആവശ്യമില്ല. എന്താണ് മുസ്ലിമിലെ തൽബിയത്ത്? അബൂജഹലിന്റെ തൽബിയത്ത്, അബൂലഹബിന്റെ തൽബിയത്ത്. ആരാ അബൂജഹല്? അൽ ഹാജി അബൂജഹൽ. എടാ അതാരടാ? അത് ബഷീറാജിന്റെ വീടാ. അതാരടാ? അത് അഹമ്മദാജിന്റെ വീടാ. അതാരടാ? അത് കുഞ്ഞബ്ദുല്ലാജിന്റെ വീടാ. അതുപോലെ മക്കയില് അതാരടാ? അബൂജഹലാജിന്റെ വീടാണ്, അബൂലഹബാജിന്റെ വീടാണ്, ഉത്ബത്ത് ഹാജിന്റെ വീടാണ്, ഷൈബത്ത് ഹാജിന്റെ വീടാണ്. ഒലൊക്കെ ചെയ്തവരാ. അതാണ് കിതാബുൽ ഹജ്ജിൽ വിശദീകരിക്കുന്നത്. അവര് തൽബിയത്തിന് എന്താ പറഞ്ഞത്? ഇത് ആരാ പറയുന്നത്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, മക്കയിലെ മുശ്രിക്കുകൾ കഅബത്തിന്റെ അടുത്ത് തൽബിയത്തും ചൊല്ലി വരും. ഞാനും റസൂലും അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹ് നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ലല്ലാ. അപ്പൊ റസൂലുള്ളാഹി ഇടപെടുകയാണ്. ഉടനെ ചാടി അവർ അതിനൊരു അനുബന്ധവും കൂടി ചേർത്തിരുന്നു, ഒരു വാൽകഷ്ണവും കൂടി. ആ വാൽകഷ്ണാണ് ഇസ്ലാമിലെ പ്രശ്നം. ആ വാൽകഷ്ണം റസൂലുള്ള പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മളും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വാൽകഷ്ണം ഏതാ? ഇനി ശ്രദ്ധിച്ചോ. ലബ്ബൈക അല്ലാഹ് ശരിക്ക് സഹീഹ് മുസ്ലിം എടുത്തിട്ട് ഇന്ന് തന്നെ ഏതെങ്കിലും മൊല്ലമാരോ മുസ്ലിയാക്കന്മാരോ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവര് ശരിക്കും ആലോചിക്കേ. സഹീഹ് മുസ്ലിം എന്ന് അവതരിക്കണേ അൽമനാർ എന്നല്ല, വിചിന്തനത്തിൽ നിന്നല്ല, ഇസ്ലാഹ് എന്നല്ല, അല്ല. ശരിക്ക് ചിന്തിച്ചോ. കിതാബുൽ ഹജ്ജില് സഹീഹ് മുസ്ലിം എന്ന് ഉദ്ധരിക്കുകയാണ്. അവര് പറയാണ്, അല്ലാഹ് നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. അത് പറയുമ്പോ നിനക്ക് പങ്കുകാരില്ല അല്ലാഹ് പറയുമ്പോ റസൂലുള്ളാഹി ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതി ബാക്കി ഒരു വാൽകഷ്ടല്ലേ, അത് നിങ്ങൾ പറയരുത്. അതെന്താ? സമസ്തക്കാരെ പടച്ചോനെ ഓർത്തിട്ട് നരകത്തെ ഓർത്തിട്ട് താങ്കൾ ശരിക്കും ഓർത്തോളി. അതെന്താ? അബൂജഹൽ പറഞ്ഞ ആ വാചകം എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കേ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് സ്വന്തമായ ഒരു കഴിവില്ല. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവനും നീ കൊടുത്തതാ അല്ലാഹ്, നിന്റെ ഉടമസ്ഥതയിലുള്ളതാ അല്ലാഹ്. ഇനി ആ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണേ. ഹിന്ദുധർമ്മ പരിചയത്തിൽ എന്താ വാക്ക്? ഒരു പുൽക്കൊടി പോലും ഒരു ദേവനും ദേവിയും അനക്കുന്നില്ല അല്ലാഹ് കഴിവ് കൊടുത്തിട്ടല്ലാതെ. പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാരെ ഖുതുബിയത്തിന്റെ 24-25 പേജിൽ എന്താ ഉള്ളത്? മൊയ്തീൻ ശൈഖിന് സ്വന്തമായി കഴിവില്ല, അല്ലാഹ് കൊടുത്ത കഴിവ് ഞങ്ങൾ ചോദിക്കണേ. മക്കയിലെ അബൂജഹൽ പറയുന്നതോ അല്ലാഹ് ലാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, ഇബ്രാഹിം നബിക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, അതുപോലെയുള്ള ഇസ്മായിൽ നബിക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, നീ കൊടുത്ത കഴിവല്ലാതെ. ഇനി പറ, ഈ അബൂജഹലിനെ ബദറിൽ എന്തിന് റസൂലുള്ളാഹി അനുയായികളും നേരിട്ടു? ഈ അബൂജഹലിനെ എങ്ങനെ കൊന്നു? ഇന്ന് സമസ്തക്കാരാലോചിക്കേ. നിങ്ങളുടെ നിലവാരത്തിലായിരുന്നുവല്ലോ അവർ. എന്തേ അവർ റസൂലുള്ളാഹി മുസ്ലിമായി അംഗീകരിക്കാതിരുന്നത്? എന്തേ അംഗീകരിക്കാതിരുന്നത്? വളരെ ഗൗരവമായി നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് അല്ലേ അത്? ഈ പോയിന്റിനെ ഖണ്ഡിക്കാൻ മണ്ണാർക്കാട് മുഖാമുഖത്തിൽ കഴിഞ്ഞോ? ആവർത്തിച്ച് ബഹുമാന പണ്ഡിതൻ സക്കറിയ സുലാഹിയുടെ ചോദ്യത്തിന് മുമ്പിൽ 9 മണിക്കൂർ പരിങ്ങിയില്ലേ? ഇല്ലേ? സക്കറിയ സുലാഹിയുടെ മുമ്പിൽ മണ്ണാർക്കാട് ഏറ്റപോലെ ഒരടി അവരുടെ ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പഞ്ചപുച്ചമടക്കി സമദിയത്ത് എന്ന വാദം അറബിക്കടലേക്ക് ഒലിച്ചിറങ്ങിപ്പോയില്ലേ? പിന്നെ സമദിയത്ത് എന്ന വാദം ഉണ്ടായോ?
നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുജാഹിദ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് മുസങ്കടിയിലും ഇടമുട്ടത്തടക്ക് വെച്ച് മുട്ടിച്ചു കളഞ്ഞ, ഇടമുട്ടത്ത് മുട്ടിപ്പോയ വാദപ്രതിവാദത്തിലും പഞ്ചപുച്ചമടക്കി മടങ്ങിപ്പോയില്ലേ? എന്തേ കാരണം? പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ പറ്റും ഈ മഞ്ചേരിക്കടുത്തൊക്കെ ചെയ്ത പോലെ കരിങ്കല്ലുകൊണ്ടുള്ള കളി. അത് പ്രമാണ? ഖുർആന്റെ ആയത്ത് ആ കല്ല്, ഹദീസ്. കരിങ്കല്ല് ആരെ കയ്യിലെടുത്താലും കിട്ടു എറിഞ്ഞാൽ കൊള്ളുകയും ചെയ്യും. പിന്നെ അവിടെ കബഡിയും കരാട്ടിയൊന്നും പറ്റൂല. ഖാഫൂന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, കിട്ടിപ്പോവും. കല്ല ഒരു രക്ഷയുണ്ടാവും. കല്ലുകൊണ്ടുള്ള കളിയാണ് കാലഘട്ടത്തിലെ ശത്രുക്കളും ചെയ്ത്. പ്രവാചകന്മാരോട് പറഞ്ഞെന്താ? പ്രവാചകന്മാര് പറഞ്ഞെന്താ? അവരെ അർജുമന്നൊക്കെ വഹിച്ചുർണിമലിയ, കല്ലെറിഞ്ഞങ്ങോട്ട് കൊല്ലുന്നു, കല്ലെറിഞ്ഞങ്ങോട്ട് കൊല്ലുന്നു. കല്ലേറ് ആരുടെ പണിയാ? പ്രവാചകന്മാർ കല്ലേറ് കൊള്ളേ ചെയ്ത്. കല്ലെറിഞ്ഞവരോ എന്നും ശത്രുക്കളായിരുന്നു. അവർ ഒറ്റ പോയിന്റ്. കല്ലേറ് കൊള്ളുന്നവരെന്നും നബിയുടെ മില്ലത്തിലാണ്, കല്ലെറിയുന്നവരോ എന്നും അബൂജഹലിന്റെ മില്ലത്തിലാണ്. റസൂലിൻ സാബത്ത് കല്ലെറിഞ്ഞോ? ഇബ്രാഹിം നബി വാപ്പാനെ കല്ലെറിഞ്ഞോ? കല്ലെറിഞ്ഞോ? ഹൂദ് നബി വാപ്പാനെ കല്ലെറിഞ്ഞോ? എറിഞ്ഞോ? ഇല്ല. മറിച്ചവരൊക്കെ ഏറുകൊണ്ടു. മുജാഹിദ് പ്രസ്ഥാനം ഏറുകൊള്ളുക. ഇറങ്ങിക്കോളി. ആരെയും കാത്തുക്കാനൊന്നുമില്ല, ആരെയും കാത്തു നിൽക്കാനില്ല. കേരളത്തിന്റെ മണ്ണ് വിശാലമാണ്. നമ്മുടെ മുമ്പിൽ മലർക്ക തുറന്നിട്ടിട്ടുണ്ട്. പ്രബോധനത്തിന്റെ വാതായനങ്ങൾ ആരുടെ മുമ്പിൽ കൊട്ടിയടച്ചിട്ടില്ല. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. എല്ലാവരും ഓർത്തോളി, കാലം തന്നെയാണ് സത്യം. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. ആ തീരാ നഷ്ടം എന്താണ്? നരകത്തിലെത്തല, സ്വർഗം നഷ്ടപ്പെടലാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ബാധ്യത വിശ്വസിക്കുകയും അമല സ്വാലിഹാത്ത് ചെയ്യുകയും അതുപോലെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ആ മേഖലകളിൽ വിശാലമായ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. അതേ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വന്തം മകനെ നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രത്യേകം ഓർക്കുക. ഓരോ പ്രതിസന്ധികളും സലഫി പ്രസ്ഥാനം തരണം ചെയ്തു പോകുമ്പോഴും നമുക്ക് ആ വാചകം ഓർമ്മ വരണം. ഫസബറുൻ ജമീൽ വല്ലാഹു മുസ്തആനു വലാ മാ തസിഫൂൻ. അല്ലാഹുവേ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. എന്റെ മനസ്സിന്റെ വേദനകൾ ആകാശഭൂമികളുടെ തമ്പുരാന്റെ മുമ്പിലാണ് എനിക്കിറക്കി വെക്കാനുള്ളത്. സെലഫികളെ, നമ്മളെ ഇവിടുത്തെ ഇതര സംഘടനകൾ പരിഹസിക്കുന്നുണ്ടാകാം, അപഹസിക്കുന്നുണ്ടാകാം, അവരുടെ പത്രങ്ങൾ നമ്മളെ താറടിക്കുന്നുണ്ടാകാം, അവരുടെ ബൈലക്സിൽ നമ്മളെ കൊച്ചാക്കുന്നുണ്ടാകാം, അവരുടെ മീഡിയകളിൽ നമ്മളെ പരിഹസിക്കുന്നുണ്ടാകാം. ഖുർആനും സുന്നത്തും തള്ളിക്കളഞ്ഞ അതുപോലെ കാലകീലകളുടെ പിന്നാലെ പോകുന്ന നവഖുറാഫികളെന്ന് ഒരുപക്ഷേ നമ്മൾ പലരും വിളിച്ചേക്കാം. ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ ലാ തജിദു ഖൗമൻ യുഖ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരുമായി മൈത്രി ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗത്തെ നിനക്ക് കാണാൻ കഴിയില്ല. നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നാം പിഴച്ചു പോകുന്നുണ്ടോ? അല്ല നാം സത്യത്തിലാണോ? നാം സത്യത്തിലാണെങ്കിൽ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. വല്ലാത്ത വാക്ക്. 5-ാം അധ്യായം 105-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാക്കണം. അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ പിഴച്ചവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ വാക്ക്, അല്ലാഹുവിന്റെ വാക്ക്. പടച്ചോനാ പറഞ്ഞു. എന്താ പറഞ്ഞേ? നീ ഹിദായത്തിലാണെങ്കിൽ അതാണോ നമ്മളെ ഉറപ്പ് വരുത്തേണ്ടത്? എല്ലാരോടും അതാണോ എന്ന് നമ്മളെ ഉറപ്പ് വരുത്തേണ്ടത്? അതാണെങ്കിൽ ഒരുത്തനും നിങ്ങളെ നിഷ്കാസിതമാക്കാനാവില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു ന്യൂനപക്ഷം എന്നും സത്യത്തിൽ ഉറച്ചു നിൽക്കും. അവർ ഒരിക്കലും എന്താവില്ല, നിരാശപ്പെടില്ല, ആവലാതിപ്പെടില്ല. പിഴച്ചവർക്കല്ലാതെ അവരെ അതിൽ നിന്ന് അകന്നു പോവില്ല. അവരെ പടച്ച തമ്പുരാൻ വിചാരിച്ചാലല്ലാതെ വേറൊരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാ ബേജാറ്? എന്തിനാ ബേജാറ്? ലക്ഷോപലക്ഷ ആളുകളുടെ സൈന്യവും പിൻബലവും ഉണ്ടാവും എന്ന് സലഫി പ്രസ്ഥാനത്തോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ന്യൂനപക്ഷമായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാ, നീ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മൻഹജു സലഫ് സ്വീകരിച്ച് നീ ഒറ്റക്കാണെങ്കിൽ, ഒരാളുടെ സഹായം നിനക്കില്ലെങ്കിലും ആ ഭൂമിയുടെ ഏതോ കോർണറിൽ ഏകാന്തവാസത്തിനിടയിൽ നിന്റെ റബ്ബ് നിന്നെ കൈവടിയുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ വാക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്വീകരിക്കുന്ന നീയാണെങ്കിൽ, വൈൻ കുൻത വഹദക്, നീ ഒറ്റക്കാണെങ്കിൽ പോലും നീയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ബോധ്യം മനസ്സിൽ കറയില്ലാതെ, മനസ്സ് മാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, ഹൃദയം നിഷ്കളങ്കമായി. ഒന്നെല്ലാരും ആലോചിച്ചേ, ഞാൻ ആ പ്രസ്ഥാനത്തിൽ ചേർന്നത്, ഞാൻ അവിടെ നിൽക്കുന്നത്, ഭാവിയിൽ എന്റെ കച്ചവടം,
ഭാവിയിൽ എന്റെ സൗഹൃദം, എന്റെ പണപ്പെരുപ്പിക്കൽ, എന്റെ മക്കളുടെ പഠനം, എന്റെ പ്രത്യേകത, ഇനി എനിക്ക് സ്ഥാനം കിട്ടാതെ പോകുമോ? ഈ ചിന്തയാണെങ്കിൽ അറിയുക, അത് ഈ ദുനിയാവെന്ന് അവസാനിക്കുന്നത്. ആഖിറത്തിൽ ആ ചിന്ത കൊണ്ട് മെച്ചല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഇല്ലല്ലോ. പടച്ചോന്റെ മുമ്പിൽ ഹക്കല്ലാതെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കില്ല എന്ന് എനിക്കറിയില്ലേ? എനിക്ക് കാപട്യം ഉണ്ടാകാൻ പാടുണ്ടോ? എന്റെ മനസ്സിൽ കറയുണ്ടാകാൻ പാടുണ്ടോ? ദുനിയാവ് എനിക്ക് മുന്നിൽ വരാൻ പാടുണ്ടോ? നിങ്ങൾ അറിയുക, ഈ ദുനിയാവ് ആർഭാടത്തിന്റെ, ഐശ്വര്യത്തിന്റെ, മത്സരത്തിന്റെ താവളമാണ്. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ നാം അറിയണം ഇത്. ഈ ദുനിയാവെന്ന് യാത്ര പോകും. അതിനിടയിൽ സൂക്ഷിക്കേണ്ടതെല്ലാം ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ അടുത്ത കാലത്തായി വ്യാപകമായി ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് ആളുകൾ തെറിച്ചു പോവുകയാണ്. നിങ്ങൾക്കറിയാലോ, ആളുകൾ തെറിച്ചു പോവുകയാണ്. ഒരക്ഷരത്തിന്റെ വിദ്യാരംഭം അത് ഹൈന്ദവ വിശ്വാസ പ്രകാരം അക്ഷരദേവതയുടെ പൂജയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. നമുക്കത് പാടില്ലാത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റ ബിസ്മി, നിന്റെ നാഥന്റെ നാമത്തിൽ എഴുതുകയും വായിക്കുകയും ചെയ്യാനാണ് വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ തന്നെ കൽപ്പന. വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അള്ളാന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങാനാണ്, അള്ളാന്റെ നാമത്തിൽ അക്ഷരം എഴുതാനാണ്. ഹൈന്ദവാചാരങ്ങൾ അതവരുടെ ആചാരമാണ്. നമുക്കതിനോട് വെറുപ്പില്ല, നമുക്കതിനോട് വിയോജിപ്പില്ല. നമ്മുടെ ആചാരം അതല്ല. നമുക്ക് അക്ഷരവിദ്യ തുടങ്ങേണ്ടത് റബ്ബിന്റെ നാമത്തിലാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കീഴിൽ ചെന്ന് അങ്ങനെ അക്ഷരം പഠിച്ച ഒരു ശൈലി, ഒരു അന്ധവിശ്വാസത്തിന്റെ ശൈലി നമുക്കില്ല. ഏതേത് മുസ്ലിം സ്ഥാപനത്തിന്റെ ഡയറക്ടർ പോസ്റ്റിലിരിക്കുന്നവർ അത് നമ്മളോട് പ്രൊമോട്ട് ചെയ്താലും നമുക്കത് സ്വീകാര്യമല്ല. രണ്ടാമത്തത് നിലവിളക്ക് കൊളുത്തുന്ന പ്രശ്നമാണ്. കേരളക്കരയിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ മന്ത്രി നിലവിളക്ക് കൊളുത്താത്തൊരു വിവാദം പത്രതാളുകളിൽ ചൂടുപിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം മതപണ്ഡിതനല്ല, മതനേതാവല്ല, എന്നിട്ട് പോലും രാഷ്ട്രീയ നേതാവായിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന നിലയിൽ മജൂസികളുടെ ആചാരമാണ്, ബിംബാരാധനയുടെ ഭാഗമാണ്, അഗ്നി ആരാധനയുടെ ഭാഗമാണ്. അഗ്നി കൊളുത്തുക എന്നത് അതെനിക്ക് പാടില്ലാത്തതാണ്. കാരണം ഇതുപോലെ ലൈറ്റ് കത്തിച്ചു വെച്ച് അവിടെ കൊണ്ടുവെക്കുന്ന നിലവിളക്ക് വെളിച്ചം കാണാനല്ല, ഇരുട്ടകന്റാനല്ല, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിമിനത് പാടില്ലാത്തതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മൻ തശബ്ബഹ ഖൗമൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. എന്തിനധികം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾ എന്തുകൊണ്ട് കൊണ്ടാടിയില്ല? നബി അല്ലാത്തത് കൊണ്ടല്ല, നബി മഹാനല്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് പ്രവാചകന്മാരുടെ ആണ്ടർതി നമ്മൾ കൊണ്ടാടിയില്ല? അവർ മഹാന്മാരല്ലാത്തത് കൊണ്ടല്ല. മതം ഉണ്ടാക്കാനുള്ള അവകാശം, മതാഘോഷം ഉണ്ടാക്കാനുള്ള അവകാശം ലോകത്തൊരാക്കില്ല. ഇസ്ലാമിന്റെ ആഘോഷം നിങ്ങൾ നോക്ക്, ആരോടും കയർക്കുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ചെറിയ പെരുന്നാൾ ഇന്ത്യക്കാരന്റെ മുഴുവനും ആഘോഷാണ്? നമ്മൾ പറയില്ല. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തൗഹീദുള്ളവരുടെ മാത്രം ആഘോഷം. സംശയമുണ്ടോ? മുസ്ലിമീങ്ങളുടെ ആഘോഷ അത് നേരം വെളുക്കുമ്പോ കഴിയും. റോഡ് ബ്ലോക്ക് ആവൂല, നാട്ടുകാർക്ക് ബഹളം ഉണ്ടാവൂല, വാദ്യോപകരണങ്ങളില്ല, തോരണങ്ങളില്ല, ട്രാഫിക് ജാമുകളില്ല. അന്യമതക്കാര് ഉറങ്ങി എഴുന്നേറ്റ് പല്ല് തേച്ച് ഡ്രസ് ചെയ്ത് വാഹനമായി റോട്ടിലിറങ്ങുമ്പോഴേക്ക് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി. സുബ്ഹാനല്ലാഹ്, ഇത്ര ഉജ്ജ്വലമായ ഒരാഘോഷം ലോകത്തിന് വേറെ എന്തുണ്ട്? ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആലയത്തിലോ ആചാരങ്ങളിലോ കൊണ്ടുപോയി മുസ്ലിങ്ങളെ കെട്ടിയാലേ അത് സൗഹൃദമാകൂ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വിനീതമായി നിങ്ങൾ ഇസ്ലാം പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കണം. പിന്നെ വളരെ പ്രധാനമാണ് ഇത്തിബാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്ന കാര്യത്തിലും നബിയെ ധിക്കരിക്കുന്ന കാര്യത്തിലും ഈ സമൂഹത്തിന്റെ സമീപനം എവിടെ? നിങ്ങൾ നോക്ക്, നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ, അവരിൽ ISMന്റെ സ്റ്റേറ്റ് നേതാവ് എഴുതിയ ഒരു ലേഖനം, ചേകന്നൂർ മൗലയെ കുറിച്ചുള്ള ലേഖനം, നവോത്ഥാനത്തിന്റെ കണ്ണികളിലെ എണ്ണപ്പെടേണ്ട മഹൽ വ്യക്തിയായി ചേകന്നൂരിനെ മർക്കസുദ്ദവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുജാഹിദുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നവോത്ഥാനത്തിന്റെ നായകന്മാരായി, അതിന്റെ തൂവൽ പക്ഷികളിൽ പ്രമുഖനായി
ചേകന്നൂർ മൗലവിയെ എണ്ണുന്നു മുജീബുർ റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന മടവൂരികളുടെ ISM സ്റ്റേറ്റ് നേതാവ്. ഏത് പ്രവാചകനെ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ഹദീസ് നിഷേധിയായി, പക്കാ ഹദീസ് നിഷേധിയായി ഇസ്ലാം എന്ന് പുറത്തുപോയ ചേകന്നൂർ മൗലവിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പാതയിലെ കണ്ണിയായി മടവൂരികളുടെ ISMന്റെ സ്റ്റേറ്റ് നേതാവ് മുജീബുർ റഹ്മാൻ എണ്ണിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എവിടത്തോളം എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ ബുഖാരിയിലുണ്ട് എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ എല്ലാവരും അത് മനസ്സിലാക്കി. സമസ്തക്കാരോട് പോലും ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയൽ എന്തറിയോ? ബുഖാരിയിലുണ്ട്, ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ വ്യാഖ്യാനങ്ങൾ വകയായിരിക്കും, അത് ഞങ്ങൾ അംഗീകരിക്കൂല. നേരെ മറിച്ച് ഇന്ന് ഹദീസ് നിഷേധിക്കുന്നവരോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബുഖാരിയിലല്ലേ, ബുഖാരിയിലല്ലേ, മുസ്ലിമിലല്ലേ? മുസ്ലിമും ബുഖാരിയും താഴെ വെപ്പിച്ചു. മുസ്ലിമും ബുഖാരിയും താഴെ വെപ്പിക്കുന്നത് ഖുർആൻ താഴെ വെപ്പിക്കാനാണ്. നേർക്ക് നേരെ ഖുർആനിനെ ഒരിക്കലും ആരും ആക്രമിച്ചിട്ടില്ല. കാരണം അത് മുസ്ലിം ഉമ്മത്തിൽ വില പോവില്ല. അപ്പൊ ഹദീസിനെ പിടിക്കുക. ലോകത്ത് മുഅ്തസിലിയാക്കൽ ആദ്യമായി ചെയ്തു പോകുന്നത് ഹദീസിനെ പിടിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംശയദൃഷ്ടിയോടുകൂടി കാണുക, അബൂ ഹുറൈറയെ ജൂതനായി ചിത്രീകരിക്കുക, അവരുടെ ഹദീസുകളെ തള്ളിക്കളയുക, അങ്ങനെയല്ല. നമുക്കറിയാം ചേകന്നൂർ മൗലവി ഈച്ചയുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ഹദീസ് എതിർത്തു. അബ്ദുസ്സലാം സുല്ലമിയും അതുപോലെ അതിനേക്കാൾ സ്ട്രോങ് ആയി എതിർത്തു. ഇന്റർനെറ്റിൽ കയറി പ്രാണിശാസ്ത്രീയത പഠിച്ചാൽ നിങ്ങൾക്കറിയാം, ഈച്ചയുടെ ഒരു ചിറകിൽ രോഗത്തിന്റെ അവസ്ഥയും ഈച്ചയുടെ മറുചിറകിൽ ശമനത്തിന്റെ അവസ്ഥയും ഔഷധത്തെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഒരു ഗ്ലാസിൽ ഈച്ച വീണാൽ അതിനെ മുക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞ് അത് ഭക്ഷിക്കാമെന്ന റസൂലിന്റെ വാചകം അത് കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞവരോട് മോഡേൺ സയൻസ് തെളിയിച്ചപ്പോ പിന്നെ മിണ്ടാട്ടമില്ല. നബി പറഞ്ഞാൽ സ്വീകാര്യമല്ല, വഹിയുള്ള റസൂല് പറഞ്ഞാൽ സ്വീകാര്യമല്ല. നേരെ മറിച്ച് നിഷേധിയായ ശാസ്ത്രകാരൻ പറഞ്ഞ് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹദീസ് നിഷേധിച്ചാൽ ഉണ്ടാവുക എന്താണെന്നറിയാമോ? നാം ആ കാര്യം ഗൗരവമായി മനസ്സിലാക്കണം. ഫൈൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ കുല്ലതിയുല്ലാഹ വറസൂൽ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ പറഞ്ഞ നബിയെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാൻ ഫൈൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അതേ, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ ഒരു ഹദീസ് കണ്ടു, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. ഒരു സ്വഹീഹായ ഹദീസ് കണ്ടു, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്ക് കണ്ടു, അതിൽ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. 3-ാം അധ്യായം 32-ാമത്തെ വചനം. ആരല്ലാഹുവിന്റെ റസൂലിനെ എത്ര കണ്ട് അനുസരിക്കുന്നുവോ അത്ര കണ്ടേ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ. അത്ര കണ്ടേ അള്ളാഹു അവന് പാപം പൊറുക്കുകയുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ആ വാക്കിതാണ്. എന്താണ് ആ വാക്ക്? ആ വാക്കിതാണ്: ലോകത്തിന്റെ മരണമായിരിക്കും ഇബ്ലീസിന് ഏറ്റവും വലിയ സന്തോഷം. ലോകത്ത് ഇബ്ലീസിന് ഏറ്റവും വലിയ സന്തോഷം എന്റെ മരണമായിരിക്കുമെന്ന് ഇബ്നു അബ്ബാസ് തന്നെ പൊക്കി പറയല്ല, വസ്തുത പറഞ്ഞതാ. കിഴക്കും പടിഞ്ഞാറുമുള്ള ആളുകൾ ഇബ്ലീസിന്റെ സഹായത്തോടെ ബിദ്അത്ത് ഉണ്ടാക്കും. സുന്നത്ത് കൊണ്ട് ഞാൻ അതിനെ നേരിട്ട് തരിപ്പണമാക്കും. അതുകൊണ്ട് ഏറ്റവും വെറുപ്പ് സുന്നത്തിന്റെ കാവലാളായ എന്നോടാണ് എന്നാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന പണ്ഡിതന്മാർ, സുന്നത്തിനെ പ്രതിഷ്ഠിക്കുന്ന പണ്ഡിതന്മാർ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഊറിയിട്ട പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെയാണ് ഇബ്ലീസിന് ഏറ്റവും വെറുപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെ, ഹദീസിനെ കുറിച്ചറിയുന്ന, സുന്നത്തിനെ കുറിച്ചറിയുന്ന, കിതാബിനെ കുറിച്ചറിയുന്ന ആലിമുകൾക്ക് വേണ്ടി ഉറുമ്പുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ റസൂൽ മാളത്തിലെ ഉറുമ്പുകൾ പ്രാർത്ഥിക്കും. അതെ, സാഗരങ്ങളിലെ മത്സ്യങ്ങൾ പ്രാർത്ഥിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനും സുന്നത്തും പഠിക്കുന്ന ഒരാളെ ഉറുമ്പുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ആ ഉറുമ്പ് പോലും അയാളുടെ മഹത്വം അംഗീകരിച്ചു. പക്ഷേ ഇൽമുള്ളവരുടെ മഹത്വം അംഗീകരിക്കാൻ നമ്മളിൽ പല ആളുകൾക്കും കഴിയാതെ പോകുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പണ്ഡിതന്മാർ അനന്തരമെടുക്കുന്നത് അറിവാണ്, ദീനാറും ദിർഹമുമല്ല, കോടികളും കോടിപതികളെയുമല്ല. അവർ അനന്തരമെടുക്കുന്നത് അറിവാണ്. ആ അറിവുള്ളവരെ വെറുക്കുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. സുഫിയാൻ സൗരി പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ നീ പഠിപ്പിക്കുന്നവനാകണം, അല്ലെങ്കിൽ നീ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ നീ അറിവന്വേഷിക്കുന്നവനാകണം.
അതുമല്ലെങ്കിൽ അറിവുള്ളവരെ സ്നേഹിക്കുന്നവനും അവരോടൊപ്പം ഇരിക്കുന്നവരും അവരോടൊപ്പമുള്ള സഹവാസം വലുതായി കാണുന്നവനും നീയാകണമെന്ന സുഫിയാൻ സൗരിയുടെ വാക്ക് മറക്കല്ലേ പ്രിയപ്പെട്ട ഉമ്മത്തെ. അല്ലാഹു പറയാൻ ഈമാനുള്ളവരെ അല്ലാഹു ഉയർത്തി, വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, അറിവുള്ളവരെയും. അതെ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്ന് 39-ാമത്തെ വചനം ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനോട് പറഞ്ഞു, നീ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കല്ലേ, വലത്തെ കൈ കൊണ്ട് തിന്ന്. ഇല്ല, ഞാൻ ഇടത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷിക്കുമെന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്തുണ്ടായത് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? നിന്റെ വലത് കൈ ഇനി ഒരിക്കലും വർക്ക് ചെയ്യാതിരിക്കട്ടെ. പിന്നെ മരിക്കുന്നത് വരെ ആ വലത്തെ കൈയുടെ ഒരു നെർവസ് സിസ്റ്റം ഒരു സെക്കൻഡ് ചലിച്ചിട്ടില്ല, അതിലെ രോമം പോലും അനങ്ങിയിട്ടില്ല. അല്ല, ഈ സമയത്താണ് റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോളൂ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അത്വാനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പോകും, വിസമ്മതിച്ചവരൊഴികെ. നബി വലത്തെ കൈകൊണ്ട് കുടിക്കാൻ പറഞ്ഞിട്ട് അത് വിസമ്മതിച്ചതിനെ കുറിച്ച് പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിനെ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്കറിയുമോ, നൂഹ് നബി അലൈഹിസ്സലാമിനെ നിഷേധിച്ചവരെ പറ്റി അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു കേട്ടോ, വക്കദ്ദബത് ഖൗമു നൂഹിൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത മുഴുവൻ അമ്പിയാക്കളെയും തള്ളി. നൂഹ് നബീനെ മാത്രം കണ്ട് മറ്റു നബിമാരെ കാണാത്തവരെ അല്ലാഹു പറഞ്ഞ എന്താണ്? നൂഹ് നബീനെ മാത്രം തള്ളിയാൽ തന്നെ 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളെ തള്ളിയതിന് തുള്ളിയാണ്. സഹീഹ് ബുഖാരിയിൽ ഒരു സഹിയായ ഹദീസ് തള്ളിയാൽ മുഹമ്മദ് നബിയെ തള്ളിയ ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ് എന്ന് മഹാന്മാർ. അതുകൊണ്ട് ഇച്ചിരി ഗൗരവം കണ്ടാണ് ആ ജീവിതത്തിന്. ചിരിയും കളിയൊക്കെ ഇവിടെ അവസാനിക്കും. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങൾ ഒറ്റക്ക് വരും, ഓർത്തിട്ടുണ്ടോ? അത് ഞാൻ നിങ്ങൾ രാത്രി കിടന്നിട്ട് ഇന്നൊന്ന് ആലോചിച്ചു നോക്ക് സഹോദര. ഇതുവരെ ജീവിച്ച ജീവിതവും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളും അനാവശ്യമായ മെസ്സേജുകളും ബഹളങ്ങളും ഇതെല്ലാം നടക്കുന്ന ഒരു ലോകത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, സത്യവിശ്വാസികൾ പരസ്പര മിത്രങ്ങളാണെന്നും അവരൊന്നിച്ചു ചേരേണ്ടവരാണെന്നും അവരുടെ പ്രശ്നങ്ങൾ കൂടിയിരുന്ന് എന്നൊക്കെ അല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിപ്പിച്ചിട്ട് ഖുർആനും സുന്നത്തും സച്ചരിതരുടെ സലഫുകളുടെ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. അത് മുറുകെ പിടിക്കാൻ, ഒന്നിച്ചു മുന്നേറാൻ നമുക്ക് അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങൾ ഒറ്റക്ക് ചേലാകർമ്മം ചെയ്യാത്തവരായി, ഡ്രസ് ധരിക്കാത്തവരായി, വർണ്ണരാജികളുള്ള ചെരുപ്പ് ധരിക്കാത്തവരായി, നഗ്നരായി ലോകത്തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ വരും. 6-ാം അധ്യായം 94-ാമത്തെ വചന. തീർന്നില്ല. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ വൈമിൻ. നോക്കൂ, നിങ്ങളിൽ ഒരാളും ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നരകത്തിന്റെ വക്കിൽ നമ്മൾ വരും. ആ നരകത്തു നിന്നുള്ള രക്ഷപ്പെടൽ, ആ നരകാഗ്നിയുള്ള വിമോചനം, ഈ കാര്യം നമ്മൾ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ കേസറ്റുകൾ ലോകത്ത് എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്നവരോട് നിങ്ങൾ മനപ്പായസമുണ്ടരുത്, നിങ്ങൾ സ്വപ്നം കാണരുത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോഴും അറിയുക, ഇത് ഹിസ്ബുള്ളയാണ്, അള്ളാന്റെ കക്ഷിയാണ്. ഈ കക്ഷികളെ തോൽപ്പിക്കാൻ കഴിയില്ല. പടച്ചവനെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കുന്ന, സഹാബത്തിന്റെ സച്ചരിതങ്ങൾ എടുക്കുന്ന, നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം. അനീതിയുടെ തെരുമ്പുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. നീതിയുടെ കാവലാളായി എന്റെ മകള് ഫാത്തിമയാണ് കെട്ടതെങ്കിലും അവരുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ നമ്മൾ. നീതിയുണ്ടെങ്കിലേ പരലോകത്ത് അല്ലാഹു നമ്മളോട് നീതി കാണിക്കുകയുള്ളൂ. അനീതിയുടെ വക്താക്കളോട് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ 1-ാമത്തെ ആള് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഇമാമാണ്. ജീവിതത്തിന്റേതേത്, വീടിന്റെ നേതാവ്, നാടിന്റെ നേതാവ്, സമൂഹത്തിന്റെ നേതാവ്, രാഷ്ട്രത്തിന്റെ നേതാവ്, പ്രസ്ഥാനങ്ങളുടെ നേതാവ്,
അനുയായികൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഖുർആനിക വചനങ്ങളെയും സുന്നത്തുകളെയും ഒരേപോലെ പാലിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. അതോടൊപ്പം ബർബഹാരിയുടെ ശറഉ സുന്നയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, നേതൃത്വത്തിനെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നവരെ കണ്ടാൽ നീ അറിയുക അവൻ റസൂലുള്ളാഹിന്റെ സുന്നത്തിലല്ല, മറിച്ച് ഒരു നേതൃത്വം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു രാഷ്ട്രം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബമാണ് നന്നാകുന്നത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് റസൂൽ നമ്മളോട് പറഞ്ഞത്. ലോകത്ത് മനുഷ്യരെല്ലാം ഒരേപോലെ ചിന്തിക്കുമെന്നും ഒരേപോലെ കാണുമെന്നും ഒരേപോലെ അറിയുമെന്നും ഒരേ റൂട്ടിൽ സഞ്ചരിക്കുമെന്നും നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു വ്യത്യസ്തരായി സൃഷ്ടിച്ച മനുഷ്യരിൽ വ്യത്യസ്ത പ്രകൃതക്കാരുണ്ടാകും. അവരെ ഖുർആനിന്റെ സുന്നത്തിന്റെ തെളിമയാർന്ന സലഫുകളുടെ സച്ചരിതങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരു പടപ്പാട്ടായി ഒരു കൊടുങ്കാറ്റായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ മണ്ഡലങ്ങളിൽ നഗരങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിൽ തൗഹീദിന്റെ ഉജ്ജ്വലമായ ശബ്ദമായി മാറാൻ ഈ മഞ്ചേരി സമ്മേളനം ഒരാവേശമാകണം. മദ്യപാനത്തിനെതിരെ, വ്യഭിചാരത്തിനെതിരെ, ആസാമിലെ വംശാത്യക്കെതിരെ ശബ്ദിക്കേണ്ടവരാണ് നമ്മൾ. പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പേണ്ടവർ നമ്മൾ. സൗഹൃദത്തിന്റെ ഭൂമി ഒരുക്കേണ്ടവർ നമ്മൾ. ദാമ്പത്യ ജീവിതത്തിന്റെ മൗലികമായ ഇസ്ലാമിക മാനത്തെ പൂർത്തീകരിക്കേണ്ടവർ നമ്മൾ. കടമിടപാടുകളിലെ മഹനീയമായ സ്ഥാനങ്ങൾ അത് പൂർത്തീകരിക്കേണ്ടവർ നമ്മൾ. ഏതേത് തിന്മകൾക്കെതിരെയും ശബ്ദിക്കേണ്ടവർ നമ്മൾ. നന്മയുടെ വാഹകർ നമ്മൾ. നമ്മ ലോകം പ്രതീക്ഷിക്കുന്നു, അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ലോകത്തേക്ക് തിരിച്ചു പോകണം. അല്ലാഹു ഖൈറാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വലിയ ദൗത്യം ഈ നാട് മുഴുവനും ഇളക്കി മറിച്ച സാൽവേഷനുകൾ, സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത് ഓൺലി ദഅവത്ത്, മനുഷ്യരെ ശിർക്കിൽ നിന്ന് രക്ഷിക്കുക, നരകത്തിൽ നിന്ന് രക്ഷിക്കുക, സ്വർഗത്തിന്റെ അകലുകാരാക്കുക. ഇതാ നമ്മുടെ ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നേറിയപ്പോൾ അല്ലാഹു നമുക്ക് വൻ വിജയങ്ങൾ തന്നു. നമ്മുടെ മനസ്സിൽ അസൂയയില്ലാത്ത, വിരോധമില്ലാത്ത, കറകളഞ്ഞ സ്നേഹവുമായി നാം ഈ മൈതാനത്ത് നിന്ന് പിരിഞ്ഞു പോകും. റബ്ബിനോട് അഗാധമായി പ്രാർത്ഥിക്കുവനാഥ, ഈ ന്യൂനപക്ഷമെങ്ങാനും കേരളത്തിൽ നിഷ്കാസിതമായാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ ഒരു സമൂഹം കേരള മണ്ണിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ അള്ളയെ ഏൽപ്പിച്ച ഈ ദൗത്യം ഒരു കാരണവശാലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഒരുപാട് പണ്ഡിതന്മാർ രോഗികളായി നമ്മുടെ നാടുകളിലൊക്കെ കിടക്കുന്നുണ്ട്. പല ആളുകളും. മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി നിത്യരോഗിയായി ക്ഷീണിച്ചവശനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. കെ സക്കരിയ സ്വലായിയുടെ ബാപ്പ ഹംസ മൗലവി, അവരെല്ലാം അദ്ദേഹം ഐസിയുലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത നേതാക്കന്മാർക്കുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇസ്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് റബ്ബിന്റെ കോടതിയിൽ നിന്ന് പടച്ചോനോട് മറുപടി പറയേണ്ടി വരും. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അന്ന് നമുക്ക് സപ്പോർട്ട് നൽകാനും നമ്മൾ അംഗീകരിക്കാനും റെക്കമെൻഡ് നൽകാനും നമുക്ക് വേണ്ടി ലെറ്റർ നൽകാനും ആരുണ്ടാവില്ല. അന്നൊറ്റക്ക് നമ്മുടെ അമലുമായി ആ പടച്ചവനെ കണ്ടുമുട്ടുന്നിടത്ത് മാറി നിൽക്കിൻ കുറ്റവാളികളെ എന്നൊന്നും നമ്മളോട് പറയരുത്. ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് കൊടുക്കാത്ത ഹിദായത്ത്, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്ത്, നൂഹ് നബിയുടെ മകനും ഭാര്യക്കും കിട്ടാത്ത ഹിദായത്ത്, മുഹമ്മദ് നബിയുടെ മൂത്താപ്പാക്കും എളാപ്പാക്കും കുടുംബത്തിലെ പലർക്കും കിട്ടാത്ത ഹിദായത്ത്, മഞ്ചേരിയിലെ, മലപ്പുറത്തെ, പരിസര പ്രദേശത്തെ, കോഴിക്കോട് ജില്ലയിലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ല തന്ന ഹിദായത്തില്ലേ, അതിനോട് നന്ദി കാണിക്കേണ്ടവരാ നമ്മൾ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. സൂറത്ത് ഖസസിലെ 56 നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നബി പഠിപ്പിച്ചിട്ട്, നബി പ്രാർത്ഥിച്ചിട്ട്, നബി ചെന്നിട്ട് അല്ല ഹിദായത്ത് കൊടുത്തില്ല. നമ്മളെടുത്ത് നബി വന്നിട്ടില്ല. എന്നിട്ടും അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി. മുസ്ലിങ്ങളായിട്ട് നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കിട്ടിയിട്ട്, സുന്നത്ത് കിട്ടിയിട്ട്, ഒരു കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടും മാധവന്റെ കൂടെ, സുരേന്ദ്രന്റെ കൂടെ, ഇതര മതവിഭാഗങ്ങളുടെ കൂടെ ബൗദ്ധൈവ വിശ്വാസത്തിന്റെ പേരിൽ നമ്മളും നരകത്തിലെത്തുക എന്നത് നമുക്ക് സഹിക്കാനാവില്ല.
അവരും നരകത്തിലെത്തരുത്, നമ്മളും നരകത്തിലെത്തരുത്. നമ്മുടെ അയൽവാസി മാധവേട്ടന്റെ കൈ തീ പൊള്ളുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല എങ്കിൽ നമ്മുടെ ജോർജിന് തീ പൊള്ളുന്നത് നമ്മൾ ഇഷ്ടപ്പെടില്ലെങ്കിൽ, അവനൊരു അപകടം പറ്റുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരാരും നരകത്ത് പോകരുത്. ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ എത്തേണ്ടത്. മുജാഹിദുകളെ, സലഫികളാകാൻ, മുജാഹിദുകളാകാൻ അവസരം കിട്ടിയിട്ടും നാളെ നരകാവകാശിയാവുക എന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ, നിങ്ങൾക്കും ചിന്തിക്കാൻ വയ്യ, നമുക്കാർക്കും ആലോചിക്കാൻ വയ്യ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം അറിയുക, നമ്മുടെ സമ്മേളനങ്ങൾ, ഏതേത് സമ്മേളനങ്ങളും പ്രബോധനത്തിന്റെ അലയൊലികളായിരുന്നു. ആ അലയൊലികൾ സൃഷ്ടിക്കാൻ, വരും നാളുകളിൽ ആ ദൈവത്തെ നിർവഹിക്കാൻ, അതുവഴി മനുഷ്യർക്ക് തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട്, ഖുർആനും സുന്നത്തും ഉൾക്കൊണ്ട് സച്ചരിതര മാർഗങ്ങളിലൂടെ ചലിച്ച് പരലോകബോധമുള്ളവരായി, നോമ്പിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നവരായി, കണ്ണ് നോമ്പ് നോറ്റു, കാത് നോമ്പ് നോറ്റു, കൈ നോമ്പ് നോറ്റു, കാല് നോമ്പ് നോറ്റു, മനസ്സ് നോമ്പ് നോറ്റു, ഹൃദയം നോമ്പ് നോറ്റു, പ്രത്യുൽപാദനം നോമ്പ് നോറ്റു, ചിന്തകൾ പോലും നോമ്പ് നോറ്റു. അങ്ങനെ അതിന്റെ ചൈതന്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നിസ്കരിക്കുക, ഫർള് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്ത് നോമ്പുകൾ എടുക്കുക, ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക, സലഫുകളെ പറ്റി പഠിക്കുക, മുന്നേറുക, നമ്മുടെ മക്കളെ നന്നാക്കുക, അവർക്ക് ദീന് പഠിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന്റെ വഴിധാരകളിലൂടെ സഞ്ചരിച്ച് സ്വർഗാവകാശികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ നന്മയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും സത്യസന്ധമായി ജീവിതത്തെ നോക്കിക്കാണുവാനും ഇസ്ലാമിൽ കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സമൂഹത്തിന് നേതൃത്വം നൽകുവാനും ആയുസ്സും അറിവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല അനുയായികളാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.